ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റഡി വാർ വിത്ത് ഐഷ്. സോ ഇന്ന് നമ്മളൊരു സ്റ്റഡി ചാലഞ്ച് തുടങ്ങുകയാണ്. 10 days സ്റ്റഡി ചാലഞ്ച്. ഇതുവരെ എൻ്റെ സ്റ്റഡീസ് ഒന്നും എവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ 10 days നമുക്ക് മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കണം. സോ വെൽക്കം ടു ഡേ 1 ഓഫ് 10 day ചാലഞ്ച്. സോ ഗൈസ്, ഫസ്റ്റ് തന്നെ ഞാനൊരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. നമ്മൾ എന്തെല്ലാം പഠിക്കണം, നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാകും എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. എന്തെല്ലോ പഠിക്കരുത്, നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്ന് ആദ്യം തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് സ്റ്റെപ്പ് ബിഫോർ സ്റ്റഡിങ്. അപ്പോൾ ഞാനിപ്പം 4 ടോപ്പിക്സാണ് പഠിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ആ 4 ടോപ്പിക്സും പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം എന്ത് ചെയ്തു ഹൈലൈറ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കാൻ മറക്കരുത്. എല്ലാവരും ടു ഡു ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം മാത്രം പഠിക്കാനിരിക്കുക. ഓക്കെ. സോ ഗൈസ്, ഞാൻ പഠിക്കാനുള്ള ടു ഡു ലിസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. സോ ദിസ് ഈസ് ആ സ്റ്റഡി ടൈം. അപ്പോൾ ഇതിലെനിക്കൊരു ടിപ്പ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പഠിക്കാൻ ഞാനിപ്പോൾ 4 ടു ഡു ലിസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. 4 ഭാഗങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ബുക്സും ഒരുമിച്ചെടുക്കുന്നതിനേക്കാളും ഒരു ബുക്ക് എടുക്കാം, പഠിക്കാനൊരു ബുക്ക് എടുക്കാം. എന്നിട്ട് ആ ബുക്ക് പഠിച്ചതിന് ശേഷം, ഇപ്പം നമുക്ക് ആ ബുക്ക് മുഴുവനായിട്ട്, ചെറിയ ടോപ്പിക് ആണെങ്കിൽ ഫുൾ അത് കംപ്ലീറ്റ് ചെയ്യാം. ഇനി കുറേ ഉണ്ട് പഠിക്കാനെങ്കിൽ ആ ബുക്ക് പകുതി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതെടുത്ത് ബാഗിലിട്ട് വെക്കുക, അല്ലെങ്കിൽ അത് എവിടെ സ്റ്റഡി ടേബിളിലോ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ യൂസ് ചെയ്യുന്ന ബുക്ക് മാത്രം എടുക്കുക. ഒരുപാട് ബുക്സ് എടുക്കരുത്. എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് എടുക്കുക. അതാണ് എൻ്റെ ടിപ്പ് എന്ന് പറയുന്നത്. സോ നമുക്ക് പഠിക്കാൻ തുടങ്ങാം. അപ്പോൾ ഗൈസ്, ഇത്രയാണ് എനിക്ക് ഫസ്റ്റ് സെഷൻ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്. വളരെ ചെറിയ ടോപ്പിക്കാണ്. സോ നമുക്കത് പഠിക്കാം. സോ ഗൈസ്, എൻ്റെ ഫസ്റ്റ് സ്റ്റഡി സെഷൻ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ തന്നെ ഞാനിതാ അവിടെ കണ്ടോ ടിക്ക് ചെയ്ത് ഇനി ഹൈലൈറ്റ് ചെയ്യും വേണ്ടാന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഗൈസ്. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടു ഡു ലിസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിനി സെക്കൻഡ് ലിസ്റ്റിലേക്ക് പോവാം. സെക്കൻഡ് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ട്യൂഷനാണ്. ട്യൂഷനിൽ തന്നെ ഫിസിക്സാണ് പഠിക്കുന്നത്. അത് കുറച്ച് പഠിക്കാനുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ 3x ഇട്ടിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ഗൈസ്, നമ്മൾ സെക്കൻഡ് ടാസ്ക് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്രീൻ കൊണ്ട് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്യുകയാണ് ഗൈസ്. സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിക്സ് തന്നെ സെക്കൻഡ് ചാപ്റ്റർ ഹാഫ് പോർഷനാണ്. ഇനി അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം.
ഗൈസ് അങ്ങനെ നമ്മൾ തേർഡ് ടാസ്ക് ആയിട്ടുള്ള ഫിസിക്സ് ചാപ്റ്റർ 2ൻ്റെ ഹാഫ് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ടാസ്ക്കാണ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മളിത് അത് ടിക്ക് ചെയ്യുകയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ബാക്കിയുള്ളത് ഒരേ ഒരു ടാസ്ക്കാണ് മാത്സ് പ്രാക്ടീസിങ്. ഓക്കെ, ദെൻ നമുക്ക് മാത്സ് പ്രാക്ടീസിങ്. ഗൈസ് അങ്ങനെ നമ്മൾ 3 ടാസ്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് 4th ടാസ്ക്കാണ് മാത്സ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മാത്സ് ഞാൻ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. സോ അത് ജസ്റ്റ് ഒരു റിവിഷനാണ്, മാത്സിൻ്റെ റിവിഷനാണത്. സോ മാത്സ് പഠിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക, വായിച്ച് പഠിക്കാൻ ശ്രമിക്കരുത്. മാത്സ് ഫിസിക്സ് പോലെയുള്ള സബ്ജക്ട്സ് എൻ്റെ ഫിസിക്സ് വായിച്ചാൽ പഠിച്ചത്, ബിക്കോസ് അതിൽ തിയറി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആൻഡ് മാത്സ് എന്ന് പറയുന്നത് മാക്സിമം എഴുതി തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ദെൻ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ നമ്മളെ വ്ളോഗ്, അതായത് Day 2 ഓഫ് 10 Days സ്റ്റഡി ചാലഞ്ചിൽ നമ്മുടെ ലാംഗ്വേജ് കൂടി ഉൾപ്പെടുത്തും. കാരണം ലാംഗ്വേജസ് എനിക്ക് ഭയങ്കര പിന്നോട്ടാണ്. ലാംഗ്വേജസ് ഞാനിപ്പം ഒരുപാട് നോക്കാതെ എനിക്ക് ഒരുപാട് പെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. നമ്മളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, 1 hour നമ്മളിനി ലാംഗ്വേജസിന് വെക്കും. സോ ഗൈസ്, ഇതാണ് എൻ്റെ മാത്സ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ടു ഡു ലിസ്റ്റ് കംപ്ലീറ്റ് ആയി. അങ്ങനെ ഗൈസ് നമ്മൾ മാത്സും പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മളെ 4 ടാസ്കുകളും നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഐ എം വെരി ഹാപ്പി. ഇതിപ്പോൾ മാത്സിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു, കാരണം വളരെ പ്രൊഡക്റ്റീവായിരുന്നു. താങ്ക് യു ഗൈസ്. ഉണ്ടോ, നമ്മൾ എഴുതിയ 4 ടാസ്ക് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി. ഇന്നത്തെ Day 1 തന്നെ നല്ല പ്രൊഡക്റ്റീവായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഈ 10 days നമുക്ക് നല്ല പ്രൊഡക്റ്റീവാക്കി മാറ്റണം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഗൈസ്.